മന്ദാകിനി ഒരു കല്യാണവുമായി ബന്ധപ്പെട്ട് ഒരു ദിവസം നടക്കുന്ന സംഭവമാണ് മന്ദാകിനി. കല്യാണവും സദ്യയും ഉൾപ്പെടുന്ന ആദ്യ പകുതിയിൽ ചിരിക്കാൻ വക നൽകുന്ന അനവധി അവസരങ്ങൾ നൽകിയാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. അന്ന് രാത്രി നടക്കുന്ന കുറേ കാര്യങ്ങളും തമാശയും ഗൗരവവും കലർത്തി ഡയറക്ടർ വിനോദ് ലീല അവതരിപ്പിച്ചിരിക്കുന്നു. രാജലക്ഷ്മി എന്ന പേരിൽ ഡ്രൈവിംഗ് സ്കൂൾ നടത്തുന്ന രാജലക്ഷ്മിയുടെ മകൻ ആരോമലും കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ജോലി ചെയ്യുന്ന അമ്പിളിയും തമ്മിലുള്ള വിവാഹം ശേഷം നടക്കുന്ന അപ്രതീക്ഷിത സംഭവങ്ങളും വളരെ രസകരമായി അവതരിപ്പിച്ചിരിക്കുന്നു. ആരോമലിൻ്റെ ഫ്രണ്ട് ആരോമലിന് വേണ്ടി ഒരുക്കി വെച്ചിരുന്ന മദ്യം ജ്യൂസാണെന്ന് കരുതി അകത്താക്കുന്ന അമ്പിളി. തുടർന്ന് അമ്പിളി അവളുടെ പ്രണയത്തെക്കുറിച്ച് തുറന്നു പറയുന്നതും അവനെ എനിക്ക് ഇപ്പോൾ കാണണമെന്ന് പറയുന്ന അമ്പിളി. അന്നു തന്നെ അതിൻ്റെ സത്യാവസ്ഥ അറിയാൻ രാജലക്ഷ്മിയും ആരോമലും മരുമകളും ഇറങ്ങിപ്പുറപ്പെടുന്നു. തുടർന്നുണ്ടാകുന്ന സംഭവങ്ങളാണ് സിനിമയിൽ. ആദ്യ രാത്രി നവവധു മദ്യം കഴിച്ച് മറ്റൊരു യുവാവിൻ്റെ പേര് പറഞ്ഞാൽ ഏതൊരു ആളും പകച്ചു പോകും. വരൻ മാത്രമല്ല, അയാളുടെ കുടുംബവും വേവലാതിപ്പെടും. തൻ്റെ പഴയ കാമുകനെ കാണണമെന്ന് അവൾ വാശി പിടിച്ചാൽ പിന്നെയുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഊഹിക്കാമല്ലോ. അൽത്താഫ് സലീം, വിനീത് തട്ടിൽ, കുട്ടി അഖിൽ തുടങ്ങിയവർ പ്രേക്ഷകരെ ചിരിപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചു. ഈ സിനിമയുടെ പേര് ഈ സിനിമയുമായി എന്താണ് ബന്ധം എന്ന് നിങ്ങൾ ആലോചിച്ചേക്കാം. കാനഡയിലെ മലയാളികൾ വാറ്റി ഉണ്ടാക്കുന്ന മദ്യമാണ് മന്ദാകിനി എന്ന പേരിലാണ് ഈ മദ്യത്തെ ഇതിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. പിന്നെ ഇതിലെ വേറൊരു പ്രത്യേകത, സംവിധായകൻ്റെ സിനിമ എന്ന് പറയുന്നത് പോലെ തന്നെ സംവിധായകരുടെ സിനിമയാണിത്. അതായത് ഒരു കൂട്ടം സംവിധായകരാണ് ഇതിൽ അഭിനയിച്ചിട്ടുള്ളത്. സംവിധായകൻ അൽത്താഫ് സലീമാണ് നായകൻ. സംവിധായകരായ ലാൽ ജോസ്, ജിയോ ബേബി, ജൂഡ് ആൻ്റണി, അജയ് വാസുദേവ് തുടങ്ങിയവരും വേഷമിട്ടു. ഇതിൻ്റെ റൈറ്റർ ഷിജു എം ഭാസ്കർ തന്നെയാണ് സിനിമയുടെ ക്യാമറയും കൈകാര്യം ചെയ്തിട്ടുള്ളത്. ശാലുവാണ് കോ റൈറ്റർ. നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ സിനിമ, വെബ് സീരീസ്, ഷോർട്ട് ഫിലിം അനുബന്ധ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.